മഹാരാഷ്ട്രയിൽ ലവ് ജിഹാദിനെതിരെ നിയമത്തിന്റെ കരടിന് രൂപം നൽകാൻ 7-അംഗ സമിതിയെ നിയമിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. നിയമത്തിന്റെ സാങ്കേതികവും നിയമപരവുമായ വശങ്ങൾ പരിശോധിക്കാനാണ് DGPയുടെ നേതൃത്വത്തിലുള്ള സമിതി രൂപീകരിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്നും രേഷ്മ ശാന്ത അശോകൻ ചേരുകയാണ്. രേഷ്മ, ഈ നീക്കത്തെ എങ്ങനെ വേണം കാണാൻ, വിലയിരുത്താൻ? ലക്ഷ്മി, ലവ് ജിഹാദ് പരാതികൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിലാണ് ഒരു പ്രത്യേക സമിതിയെ രൂപീകരിച്ചുകൊണ്ട് ഈ ആശങ്കകൾ പരിഹരിക്കാനും പഠിക്കാനുമായിട്ട് മഹാരാഷ്ട്ര സർക്കാർ ഒരു സമിതി രൂപീകരിച്ചിരിക്കുന്നത്. പ്രണയദിനമായ ഇന്നലെയാണ് ഈ സമിതി രൂപീകരിച്ചിരിക്കുന്നത് എന്നത് എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. ഹിന്ദു പെൺകുട്ടികളെ മുസ്ലിം പുരുഷന്മാരെ വിവാഹം ചെയ്യുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഒരു സമിതി രൂപീകരിച്ചിരിക്കുന്നത്. അതുപോലെ ഈ ലവ് ജിഹാദിന് പുറമെ മിശ്ര വിവാഹം, നിർബന്ധിത മതപരിവർത്തനം എന്നിവയെപ്പറ്റിയെല്ലാം നിരവധി പരാതികളും ആശങ്കകളും ഉയർന്നു വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു സമിതി രൂപീകരിച്ചിരിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവിയാണ് ഈ സമിതിയുടെ അധ്യക്ഷൻ, സമിതിയുടെ തലവൻ. മഹാരാഷ്ട്രയിൽ നിലവിലുള്ള സാഹചര്യം പഠിക്കുക, മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട പരാതികൾ സ്വീകരിച്ച് നിയമവശം പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുക എന്നൊക്കെയാണ് സമിതിയുടെ ചുമതലകൾ. ആഭ്യന്തരം, നിയമനീതിന്യായം, സാമൂഹ്യനീതി, സ്ത്രീ ശിശു വികസനം തുടങ്ങിയ വകുപ്പുകളിൽ നിന്നുള്ള 7 അംഗങ്ങളെയാണ് സമിതിയിൽ അംഗങ്ങളായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ലവ് ജിഹാദ് രേഷ്മ ശാന്ത അശോകനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.